ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവത്സര ദിനത്തിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ പുതിയൊരു ഐഡൻറ്റിറ്റിയും കൂടെ കൊടുക്കുകയാണ്. എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഈ ന്യൂ ഇയറിന് ഞാൻ ഉണ്ടാക്കിയ ആൻറ്റി ഗ്രാവിറ്റി 2 ടയർ കേക്കിൻ്റെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് 8 ഇഞ്ചിൻ്റെ 2 ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിം റെസിപ്പി തന്നെ ഞാൻ ലാസ്റ്റ് കേക്ക് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒരു നൈഫ് വെച്ച് കേക്കിന് ചുറ്റും വരയ്ക്കണം. ഇപ്പം ഞാൻ മുകളിലത്തെ ഒരു തിൻ ലെയറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്കിലും സെക്കൻഡ് കേക്കിലും 2 ലെയറേ വയ്ക്കുന്നുള്ളൂ. ഈ മുകളിലത്തെ തിൻ ലെയർ നമ്മൾ വേറെ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയാണ്. കട്ട് ചെയ്യാൻ സിമ്പിൾ മെത്തേഡ് ഇതാണ്. നമ്മൾ ഇതുപോലെ വരച്ചെടുത്ത ഭാഗത്ത് ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൽ നിന്ന് വലിച്ചു കൊടുത്താൽ മതി. ലെയർ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നല്ല ലെയറായിട്ട് വന്നോളും. അല്ലാതെ നൈഫ് വെച്ച് ഇതുപോലെ പതുക്കെ കറക്കി കട്ട് ചെയ്യാനും പറ്റും. എന്നാലും കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ത്രെഡ് വെച്ച് ചുറ്റുമ്പോഴായിരിക്കും. പക്ഷേ നമുക്ക് ഈ പോളിഷ് ലെയർ കിട്ടണമെങ്കിൽ ഇതുപോലെ നൈഫ് വെച്ച് കട്ട് ചെയ്താൽ നല്ല പോളിഷായിട്ട് തന്നെ ലെയർ കിട്ടും. ഇതിപ്പോൾ 2 ലെയർ കട്ടിങ് ഞാൻ കാണിക്കുന്നുണ്ട്. മുകളിലത്തെ തിൻ ലെയർ മാറ്റിയിട്ട് നല്ല വീതിക്കാണ് 2 ലെയർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും നല്ല ചൂടായതിനു ശേഷം അതിൽ 2 കപ്പ് ചോക്ലേറ്റ്. ഞാനിപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റുമാണ് ഇടുന്നത്. എന്നിട്ട് നല്ല മെൽറ്റ് ചെയ്തെടുക്കണം. നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ തണുപ്പിക്കാൻ വയ്ക്കണം. നല്ല തണുത്ത് വരുമ്പോഴത്തേക്ക് അത് നല്ല തിക്കായിക്കോളും. അതാണ് നമ്മൾ ലെയറിൽ ഒഴിക്കുന്നത്. കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പിന് വേണ്ടിയിട്ട് ആ മെൽറ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ 1.5 കപ്പ് പാലൊഴിക്കുകയാണ്. അതിൽ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ല തിളപ്പിക്കണം. തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് അത് അടച്ച് തണുക്കാൻ വെക്കണം. അതാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. എല്ലാ ലെയറിലും ഫസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വച്ചിട്ട് പിന്നെയും നമ്മൾ ബോർഡിൽ വെച്ചതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ലെയറെല്ലാം നല്ല തിക്കായിട്ടുള്ള ലെയറാണ്. നല്ല വീതിക്ക് 2 ലെയറല്ലേ, അതുകൊണ്ട് നല്ല വീതിക്കാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് സോക്ക് 2 പ്രാവശ്യം ചെയ്യണം. ഒരു ബോർഡ് എടുത്ത് ഇതുപോലെ ക്രീം വച്ചിട്ട് വേണം അതിൽ കേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തെന്നി പോകും. ഐസിങ്ങും ചെയ്യാൻ പാടായിരിക്കും. പൊഴിച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ചുറ്റും വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണം ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. പൈപ്പിംഗ് ബാഗാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബോർഡറിൽ വയ്ക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോക്ലേറ്റ് ഇതുപോലെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് നല്ല തിക്കായിക്കോളും. അത് വേണം കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കേക്കിൻ്റെ സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെക്കൻഡ് ലെയർ വയ്ക്കുകയാണ്. കേക്കിൻ്റെ കട്ട് ചെയ്യുന്ന താഴത്തെ ഭാഗം വേണം ഐസിങ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് പോളിഷ് ആയിട്ടുള്ള കേക്ക് ഐസിങ് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ക്രംസും കുറവായിരിക്കും. ഇനി ക്രം കോട്ട് ചെയ്യാണ്. ഇതുപോലെ കുറച്ച് ക്രീം എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്, ചെറിയൊരു കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വയ്ക്കുന്നില്ല, ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ക്രം കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കേക്കിൻ്റെ ക്രംസ് എല്ലാം നല്ല സ്റ്റിഫായിട്ടിരിക്കും. അത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് ക്രീമുമായിട്ട് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ മെയിൻ കോട്ട് ചെയ്യുമ്പോൾ അത് പുറത്ത് കാണുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യുകയാണ്. അതിന് 5 ഇഞ്ചിനുള്ള ഒരു പാത്രം കൊണ്ട് ജസ്റ്റ് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി കേക്ക് നമുക്ക് പോപ്സിക്കിൾ ചെയ്യാൻ വേണം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോർഡിൽ കേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും താഴത്തെ ഭാഗം വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം മുകളിൽ ടയർ കേക്കല്ലേ, അപ്പം അത് നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ കേക്ക് വയ്ക്കുമ്പോൾ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിയുള്ള ഭാഗം താഴെ വയ്ക്കുന്നത്.
ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രീം ആദ്യം ബോർഡിൽ ഇട്ടിട്ട് കേക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കേക്ക് എടുത്ത് മറ്റേ കേക്കിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വലിയ കേക്കിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെറിയ കേക്കും. ഇതും ഇനി ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് രണ്ട് സെറ്റാവുന്ന സമയത്ത് ബാക്കി വന്ന കേക്ക് വെച്ച് കേക്ക് പോപ്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് കേക്കിൻ്റെ ക്രംസ് എല്ലാം കൂടി നല്ല പൊടിച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ഉരുട്ടിയ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കണം. ചെറുതായിട്ട് ഒരു പിടി എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്താൽ മതി. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ചോക്ലേറ്റോ വല്ലതും തേച്ചിട്ട് വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. ഒരു 30 കേക്ക് പോപ്സ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ഓരോന്നിലായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഞാൻ ഡിപ്പ് ചെയ്തത് പൗഡേർഡ് ഷുഗറിലാണ്, അടുത്ത് ഡിപ്പ് ചെയ്യുന്നത് കൊക്കോ പൗഡറിൽ, പിന്നെ ബിസ്ക്കറ്റ് നല്ല പൊടിച്ചെടുത്തതാണ് തേർഡ് ഡിപ്പ് ചെയ്തത്. പിന്നെ ഡിപ്പ് ചെയ്യാത്തതും കൂടെ വച്ചേക്കണം, എന്നാലേ നമുക്കൊരു 4 കളറെങ്കിലും കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. കേക്കും മെയിൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു ചരുവത്തിൽ ഇതുപോലെ വെള്ളം നല്ല ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇട്ട് ഒരു ചരുവം വയ്ക്കുക ചെയ്യുന്നത്. ഇതാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ചോക്ലേറ്റ് വച്ചതിന് ശേഷം സിമ്മിൽ വച്ച് വേണം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല മെൽറ്റായി കിട്ടിക്കോളും. ചോക്ലേറ്റ് ഇടുന്ന പാത്രത്തിൽ ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല തുടച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ ഒരു പേപ്പർ കപ്പിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കുമ്പോഴത്തേക്കും നല്ല സെറ്റാവും. ഇതുപോലെ കട്ടിയായിട്ടിരിക്കും. അതിൽ സെക്കൻഡ് കോട്ടിങ്ങും ഒഴിച്ചു കൊടുക്കണം. അതും ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയായി കിട്ടും. എന്നിട്ട് ആ പേപ്പർ കപ്പ് കീറി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ കപ്പിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. മുകളിൽ വയ്ക്കുന്ന ചെറിയ കേക്കാണ് ഇപ്പോൾ ഡ്രിപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത ചോക്ലേറ്റ് ഗനാഷ് അത് തന്നെയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട, അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടിയായി പോവും. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കേക്ക് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് ക്രീം ഫ്രിഡ്ജിൽ തട്ടി പോയായിരുന്നു. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഡ്രിപ്പ് ചെയ്തതിന് ശേഷം കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. എന്നാൽ ആ ഭാഗം കുറച്ച് കട്ടിയാവും, ചോക്ലേറ്റ് നല്ല കട്ടിയായിക്കോളും. എന്നിട്ട് വേണം ചോക്ലേറ്റിൻ്റെ ഗനാഷ് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഗനാഷ് പുറത്തോട്ട് കൂടുതലായിട്ട് ഒഴുകി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഡ്രിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കട്ടിയാക്കി എടുക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെ താഴത്തെ കേക്കും ഡ്രിപ്പ് ചെയ്തെടുക്കുകയാണ്. എവിടെയാണോ ഇതുപോലെ ഡ്രിപ്പ് ആവേണ്ടത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കരുത്, കാരണം നമ്മളെ കേക്കിന് ഹൈറ്റ് കുറവാണ്. 2 ലെയർ ആയതുകൊണ്ട് ഹൈറ്റ് കുറവാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഡ്രിപ്പ് ആയിക്കോളും. ഇനി ടയർ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് എടുക്കുകയാണ്. ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് പെൻസിൽ വെച്ച് ഒന്ന് കുത്തി കറക്റ്റ് ആ അളവിന് പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് ആ അളവിന് തിക്കായിട്ടുള്ള സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ തിക്ക് സ്റ്റിക്ക് എടുത്തിട്ട് ആ അളവിന് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 സ്റ്റിക്ക് വേണം. നമ്മൾ ചെറിയ കേക്കിന് അളവെടുത്ത ആ പാത്രം തന്നെ ഇതിൽ ജസ്റ്റ് ഒരു മാർക്കിന് വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വച്ചിട്ട് എടുത്താൽ മതി, അവിടെ മാർക്ക് വീണോളും. അതിന് അകത്തുള്ള 4 സൈഡിൽ വേണം നമ്മൾ
സ്റ്റിക്ക് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ലെയർ ഒരു സൈഡിലേക്കാണ് വയ്ക്കുന്നത്. കറക്റ്റ് സെൻറ്ററിലല്ല, സൈഡിൽ നിന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സൈഡിലേക്ക് തന്നെ മാർക്ക് ചെയ്തേക്കുന്നത്. മുകളിൽ കേക്ക് വയ്ക്കുമ്പോൾ താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് വയ്ക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കേക്ക് എടുത്ത് വയ്ക്കാം. സെക്കൻഡ് കേക്കിൻ്റെ ബോർഡിൽ ക്രീം ഇടാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന, ക്രീം ഇട്ടിരുന്നെങ്കിൽ നല്ല സ്റ്റിഫായിട്ടിരുന്നാൽ അതിൽ ഇതുപോലെ പതുക്കെ എടുത്ത് ആ സൈഡിൽ തന്നെ വയ്ക്കണം. ചെറിയ കേക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് നൈഫ് വെച്ച് എടുക്കാൻ പറ്റി. ഇൻ കേസ് വലിയ കേക്കൊക്കെ ആണെങ്കിൽ നൈഫും വേറെ എന്തെങ്കിലും പരന്നതെന്തെങ്കിലും ഉപയോഗിച്ച് എടുത്ത് വയ്ക്കണം. കൂടെ ഒരാളും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. മുകളിൽ വെച്ചേക്കുന്ന കേക്ക് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും നല്ല ഇറക്കി തന്നെ ഒരു സ്റ്റിക്ക് കുത്തി വയ്ക്കണം. ഡ്രിപ്പ് ചെയ്തതിൻ്റെ ബാക്കി ചോക്ലേറ്റ് എടുത്ത് ഇതുപോലെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഡ്രിപ്പ് ചെയ്ത് സെറ്റാവാൻ വെച്ചുകൊണ്ടാണ് അത് പുറത്തോട്ട് പോകാത്തത്. 2 കേക്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒഴിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോ എടുക്കണം. ഇതുപോലെ വളയ്ക്കാൻ പറ്റുന്ന കണക്കത്തെ സ്ട്രോയും ഇതുപോലത്തെ ഒരു കമ്പിയും എടുക്കണം. എന്നിട്ട് ഈ കമ്പി സ്ട്രോയുടെ അകത്തുകൂടി ഇറക്കണം. കമ്പി നമുക്ക് വളയ്ക്കാൻ പറ്റുന്ന കണക്കത്ത് തന്നെ വേണം. ഇത് നല്ല രീതിയിൽ കേക്കിൽ കുത്തി വയ്ക്കുകയും ചെയ്യണം. ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വേണം സ്ട്രോ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഈ സ്ട്രോയ്ക്ക് ചുറ്റും നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ വിപ്പിംഗ് ക്രീമൊന്നും ഒഴിക്കാതെ നമ്മൾ ആദ്യമേ കപ്പിന് വേണ്ടിയിട്ട് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റാണ്. എന്നിട്ട് ഓരോ കേക്ക് ബോക്സ് എടുത്ത് ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ഈ ചോക്ലേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയാവും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും സ്ട്രോയിൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും, ഇളകി വീഴത്തില്ല. ഇതുപോലെ നമ്മൾ സ്ട്രോയിൽ വളച്ച് വെച്ചേക്കുന്നില്ലേ, ആ ഭാഗം വരെ ഈ ബോൾസ് എല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പല പല കളറുകൾ മാറി മാറിയാണ് വയ്ക്കുന്നത്, ഒരു കളറായിട്ട് വയ്ക്കുന്നില്ല, എന്നാൽ ഒരു ഭംഗി കാണത്തില്ല. ബോൾസ് എല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞ് നല്ല സ്റ്റിക്കായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതിൻ്റെ താഴത്തെ ഭാഗവും ഇതുപോലെ ഫില്ല് ചെയ്യണം. നമുക്ക് നേരത്തെ ക്രീം പോയ ആ ഭാഗത്തും ഇതുപോലെ ബോൾസ് ഒരു സ്റ്റിക്കിൽ കുത്തി ഇതുപോലെ സൈഡിൽ കുത്തി വച്ചാൽ മതി. അപ്പോൾ ആ ഭാഗവും നമുക്ക് നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കപ്പ് എങ്ങനെ വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതുപോലെ സ്ട്രോയിൽ നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കപ്പ് മുകളിൽ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നോളും. ഇതാണ് ആൻറ്റി ഗ്രാവിറ്റി കേക്ക് ഡെക്കറേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടേസ്റ്റി ഫീസ്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ കൂട്ടുകാരെ, ബൈ.